ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബാണാസുര സാഗർ ഹൈഡൽ ടൂറിസത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശേഷങ്ങളുമാണ് ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് ഈ അധ്യായത്തിൽ തുടരുന്നു ബാണാസുര സാഗർ ഹൈഡൽ ടൂറിസത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ. സംസാരിക്കുന്നു ഹൈഡൽ ടൂറിസം സൂപ്പർവൈസർ രൂപേഷ്. വൈകുന്നേരം ആൾക്കാർക്ക് ഒരു 7-7:30 വരെ പ്രവേശനം കൊടുത്തുകൊണ്ട് ഉള്ള പദ്ധതിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് നമുക്കൊരു നല്ല ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പ്രപ്പോസൽ നല്ല രീതിയിലുള്ള 10-50 കോടി റുപ്യേൻ്റെ പ്രപ്പോസലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം വരാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് റെഡിയാവും. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം വയനാട് തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശമാണ് ബാണാസുര സാഗർ ഡാം. സ്കൂൾ കുട്ടികളായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ഡാമിൻ്റെ ഏരിയയിൽ തന്നെ ഒരു ഗ്രാമം തന്നെ മുങ്ങിക്കിടക്കുന്ന പ്രദേശമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരും ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ എർത്ത് ഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയല്ലേ ഉള്ളൂ ഈ സംവിധാനം. അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ്. മറ്റുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം കൊടുത്ത് നിൽക്കുകയാണ്. അത് ഏകദേശം 2-3 വർഷം കൊണ്ട് നടക്കുമായിരിക്കും. ഒരു ഗ്രാമം അടക്കം മുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചരിത്രമൊക്കെ ഇവിടെ ഉണ്ട്. അത്തരം ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരം ചരിത്ര അവശേഷിപ്പുകളൊക്കെ കണ്ടെത്തി അവിടേക്കും കൂടെ വിനോദസഞ്ചാരികൾ എത്തിക്കുന്ന തരത്തിൽ എന്തെങ്കിലും? അല്ല, അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ആലോചിച്ചില്ല. അതിപ്പോൾ ഗ്രാമം മുങ്ങിക്കിടക്കുന്ന വെച്ചാൽ ഒരുപാട് ദൂരെയാണ്. ഇവിടുന്ന് ബോട്ടിങ്ങിൽ പോയാൽ 15 മിനിറ്റോളം യാത്ര ചെയ്യണം. വെള്ളത്തിന്റെ അടിയിലാണ് ഉള്ളു കിടക്കുന്നത്. അങ്ങനെയുള്ള ഫോറസ്റ്റിന്റെ ഉൾഭാഗത്താണ് അത്. അങ്ങനെ ഒരു ടൂറിസത്തിനെ പറ്റിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മുടെ പൂഴിത്തോട് റോഡ് വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ആ റോഡ് നിലവിൽ വന്നാൽ വയനാടിന് വലിയൊരു വിപ്ലവ മുന്നേറ്റം തന്നെ ഉണ്ടാകും. ആ കൂടെ ബാണാസുര സാഗറിനും വലിയ പുരോഗതി പ്രാപിക്കാൻ കഴിയും. നമ്മുടെ സൊസൈറ്റി ഈ ഒരു റോഡിന്റെ പദ്ധതിയെ എങ്ങനെ കാണുന്നു? ഈ പൂഴിത്തോട് റോഡുമായി ബന്ധപ്പെട്ട് കാര്യം പറയുകയാണെങ്കിൽ, പൂഴിത്തോട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബാണാസുര സാഗർ മലബാറിൽ തന്നെ നല്ലൊരു ടൂറിസം മേഖലയായി മാറും. എന്താ വെച്ചാൽ നമുക്കിപ്പം ചുരം വഴിയാണ് വരുന്നത്. ഏകദേശം 2-3 മണിക്കൂർ ടൂറിസ്റ്റുകൾ ബ്ലോക്കിൽ കിടക്കുകയാണ്. പിന്നെ കർണാടകയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കുള്ള പ്രയാസങ്ങളുണ്ട്. രാത്രി യാത്ര അന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ പേരാമ്പ്ര ഭാഗത്തുനിന്ന് കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർക്ക് വന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ ബാണാസുര സാഗർ. അപ്പോൾ നല്ല രീതിയിലുള്ള വികസനം അതുകൊണ്ട് ഉണ്ടാവും. നമ്മളെ ഈ മേഖല തന്നെ മാറുന്ന ഒരു രീതിയിലുള്ള ടൂറിസം ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് നിർബന്ധമായിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ്, പ്രദേശത്തും അതുപോലെ തന്നെ ടൂറിസത്തിനും. വയനാട് മികച്ച കാർഷിക ഭൂമിയാണ്. മികച്ച കർഷകരുണ്ട് നമ്മുടെ ജില്ലയിൽ. ഇങ്ങനെയുള്ള കർഷകർക്ക് ധാരാളം വൈവിധ്യങ്ങളായ കാർഷിക ഭൂമിയാണുള്ളത്. ജൈവ വൈവിധ്യങ്ങൾ കുറഞ്ഞ ഭൂമിയിൽ അവർ പരീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള തോട്ടങ്ങളിലൊക്കെ ഇവിടെ വരുന്ന ഗസ്റ്റിന്, അതിഥികൾക്ക് സന്ദർശിക്കാനും എങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മണ്ണിൽ നിന്ന് വിളയിച്ചെടുക്കുന്നുവെന്ന് കണ്ടു മനസ്സിലാക്കാനും അത് ഭക്ഷിക്കാനും ഒക്കെ തരത്തിലുള്ള ഫാം ടൂറിസം ഡെവലപ്പ് ചെയ്തൂടെ? പ്രത്യേകിച്ച് നമ്മുടെ ഡാമിന് ചുറ്റും കർഷകരുണ്ട്. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം നമ്മുടെ വയനാട് ജില്ലയുടെ തന്നെ ഒരു നട്ടെല്ല് കർഷകരും കാർഷിക ഉൽപ്പന്നങ്ങളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാം ടൂറിസത്തിന് നമ്മുടെ സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുത്തൂടെ? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് ഫാം ടൂറിസം ഈ പ്രദേശത്ത് ഇല്ല. പടിഞ്ഞാറത്തറ അങ്ങനത്തെ മേഖലകളിൽ ഫാം ടൂറിസം ആരും ഒരു പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നില്ല. അത് ഇപ്പം വരുന്ന ആൾക്കാർക്ക് ഏകദേശം നല്ലൊരു കാര്യമാണ്. നമ്മളെ കൃഷി ഉൽപ്പന്നങ്ങളും ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് സാധനങ്ങൾ ടൂറിസ്റ്റ് കിട്ടുക തീർച്ചയായിട്ടും. ഇവിടെ തന്നെ ഇപ്പൊ കയപ്പേന്റെ പയറിന്റെ കൃഷികൾ ഒക്കെ വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഇത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നില്ല. എന്താണെന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ അന്വേഷിക്കുന്നതാണ്. നമ്മളിപ്പം തന്നെ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാലെല്ലാം മുന്തിരി തോട്ടത്തിലൊക്കെ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി തക്കാളിയൊക്കെ വാങ്ങി വരുന്നില്ലേ? ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരു ഇതായ എടുക്കുന്നില്ല. അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നല്ലൊരു കർഷകർക്ക് നല്ലൊരു ഗുണപ്രദമായ കാര്യമായിരിക്കും. അതെ, തീർച്ചയായും. നമ്മൾ കർണാടകയിൽ ഗുണ്ടിൽപേട്ടിലൊക്കെ പോയിട്ട് പൂക്കൃഷി നമ്മൾ കാണാനായിട്ട് ഒരുപാട് സമയം യാത്ര ചെയ്ത് നമ്മൾ പോയി വരുന്നു. പക്ഷെ അവിടുത്തെ ആളുകളെ ഇതുപോലുള്ള നെൽപ്പാടങ്ങളും അല്ലെങ്കിൽ മറ്റ് കുരുമുളക്, കാപ്പി, തേയില, അതുപോലെ ഏലം, ഇങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. അതെല്ലാം കാണാനൊക്കെ ആളുകളെ ആകർഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതികളൊക്കെ ഒരുപക്ഷെ ഹൈഡൽ ടൂറിസം തന്നെ മുൻകൈ എടുത്ത് ചെയ്താൽ അത് നന്നായിരിക്കും അല്ലേ? അല്ല, ഐഡൽ ടൂറിസം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വെച്ചാൽ നമുക്ക് അതിന് ഒരുപാട് തൊഴിലവസരം കൊടുക്കാൻ പറ്റും, ഒരുപാട് വരുമാനം അതിനുകൊണ്ട് കിട്ടും. അത് നല്ല ഒരു കാര്യമാണ്. അതിനുള്ള ഭൂമിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ച് വേണമെങ്കിൽ ഭാവിയിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു കേസാണ്. ബാണാസുര സാഗർ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഒരു പ്രവർത്തന സമയം എങ്ങനെയാണ്? അതുപോലെ അവധി ദിവസങ്ങളുണ്ടോ? ഈ സെൻറ്റർ ഇപ്പം പ്രവർത്തിക്കുന്ന രാവിലെ 9 മണിക്ക് നമ്മൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും. പിന്നെ മറ്റുള്ള സെൻറ്ററിലെ പോലെയല്ല, 5:45 വരെ എൻട്രൻസ് ഉണ്ട്. 6:30, 6:20, 6:30 വരെ അവിടെ നിൽക്കാം തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ. പിന്നെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദീർഘമായ സമയം ടൂറിസം മേഖലയിൽ ഉള്ള സ്ഥലം ബാണാസുര സാഗറാണ് നിലവിലിപ്പം. അപ്പോൾ ടിക്കറ്റ് വലിയ തിരക്കില്ല, 40 രൂപയെ വരുന്നുള്ളൂ എൻട്രി ടിക്കറ്റ്. കുട്ടികൾക്ക് 20. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ, മറ്റുള്ള കോളേജ് കുട്ടികളൊക്കെ വരുന്ന അവർക്ക് പ്രത്യേക കൺസെഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വാൻ സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട്. പാർക്കിങ് തന്നെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടി റോഡിലൊക്കെ നിർത്തിയാലേ വിഷയം വരുന്നുള്ളൂ. അതുപോലെ 4-5ഓളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമുക്ക് ഇവിടെ ഉണ്ട്, കൊടുക്കുന്നുണ്ട്, സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലൊന്നും ടൂറിസ്റ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വരുന്നില്ല. വരും കാലങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വരും. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ടോയ്ലറ്റിന്റെ വിഷയമൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. വെള്ളത്തിൻ്റെതായാലും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇവിടെ വരത്തില്ല. അവധി എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ വരുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രകൃതി ദുരന്തം അങ്ങനെ എന്തെങ്കിലും റെഡ് അലേർട്ടോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഒരു സമയങ്ങളിലും നമുക്ക് അവധിയില്ല. ഈ ഡാമിനടുത്തേക്ക് കടന്നു വരുമ്പോൾ ഈ പാലം, ചെറിയ പാലമാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം നിറഞ്ഞ വാഹനങ്ങൾ വീക്കെൻഡുകളിൽ ഇവിടെ കാണാറുണ്ട്. ഈ റോഡ് എപ്പോഴും ആ സമയങ്ങളിലൊക്കെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ റോഡിന് അത്യാവശ്യം വീതിയുണ്ട്, പക്ഷെ പാലം ചെറുതാണ്. ഈ പാലത്തിന് വീതി കൂട്ടാനോ അല്ലെങ്കിൽ പുതുക്കി പണിയാനോ മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഹൈഡൽ ടൂറിസം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളോ മറ്റോ സ്വീകരിച്ചിട്ടുണ്ടോ? ടൂറിസം ഇവിടുന്ന് ബാണാസുരയിലേക്ക് വരുന്നിടത്ത് പഴയ കാലത്ത് ഉണ്ടാക്കിയ ഒരു പാലാണുള്ളത്. ചെറിയൊരു വീതിയേ ഉള്ളൂ. അത് ഇപ്പം നിലവിൽ അത് കുറച്ച് വീതി കൂട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. കുറച്ച് വീതി കൂട്ടി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വലിയ തടസ്സമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാൻ പറ്റും. മറ്റുള്ള റോഡുകളൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ. പാലത്തിന് ചെറിയൊരു 1.5 മീറ്റർ വീതി കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഗുണപ്രദമായ കാര്യം. നമുക്ക് ബാണാസുര സാഗറിലെ സുരക്ഷത്തിനെ പറ്റി ഒരു പ്രശ്നമില്ല. മൃഗങ്ങളെ ശല്യങ്ങളോ മറ്റുള്ളതോ ഒന്നുമില്ല. അതുപോലെ പ്രകൃതി ദുരന്തമായ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. ആകെ മഴ സമയത്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷട്ടർ തുറന്ന് വെള്ളം ഉണ്ടെങ്കിൽ തുറന്നു വിടുക എന്നല്ലാതെ പിന്നെ മറ്റുള്ള ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. ചുരം ഇടിഞ്ഞു കഴിഞ്ഞാലോ അങ്ങനത്തെ യാത്ര, അതൊക്കെ ഒരു വെറുതെ ഉള്ള ഒരു വാർത്തകളാണ്. അല്ലാതെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കോഴിക്കോട് നിന്ന് ഏറ്റവും നല്ല റോഡ് വഴികളാണ്. ഒരു 22-23 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ബാണാസുര സാഗറിലെത്താം. ഇപ്പോൾ ഇത്തിരി വഴി നല്ലൊരു വരാനും പോകാനും പറ്റിയ നല്ലൊരു പ്ലേസാണ്. വേറെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. എർത്ത് ഡാമാണ് ബാണാസുര സാഗറിന്റെ ഒരു പ്രത്യേകത. ശരിക്കും മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ്. അത് വലിയൊരു അത്ഭുതം തന്നെയാണ് എർത്ത് ഡാം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായി എർത്ത് ഡാമിന്റെ ഒരു സവിശേഷതയെക്കുറിച്ച്, നിർമ്മിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഉള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ഒപ്പം തദ്ദേശീയരായ വിനോദസഞ്ചാരികൾക്ക് തന്നെ, പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവർക്ക് തന്നെ ഈ എർത്ത് ഡാമിനെ കുറിച്ച് കൂടുതൽ ധാരണ കുറവുണ്ട്. തദ്ദേശീയരായ ആളുകൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ബാണാസുര സാഗർ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എർത്ത് ഡാമാണ്. എർത്ത് ഡാം ഇപ്പൊ ഇവിടെ എവിടെയില്ല. ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു എർത്ത് ഡാമാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം ആരും എന്തായെന്നല്ലോ മനസ്സിലാക്കുന്നില്ല. നമ്മളിത് ദൂരെയൊക്കെ പോയി കഴിഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്ന പോലെ ഇത് പ്രകൃതിയാണെങ്കിൽ നിൽക്കുന്ന നല്ല കോൺക്രീറ്റ് ഒന്നും ഉപയോഗിക്കാതെ ഒരുപാട് വർഷങ്ങൾ പണിയെടുത്ത് ആണ് ഈ ഡാം ഉണ്ടാക്കിയത്. അത്രയും മനോഹരമായ ഒരു ഡാമാണ്. പക്ഷെ നമ്മളെ പ്രദേശത്ത് വയനാട് ജില്ലയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ഇത് എന്താക്കുന്നില്ല, വരുവോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ടൂറിസം ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഇത് ഉപയോഗിക്കുന്നില്ല. അതെന്താ വെച്ചാൽ നല്ലൊരു നമ്മൾ വിചാരിക്കുന്നതല്ല, ബാണാസുര സാഗർ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയിരിക്കാറില്ല. അതൊരു പണ്ട് മുതലേ വലിയൊരു പദ്ധതിയായി കൊണ്ടുവന്നു. ജലമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വൈദ്യുതി കക്കയത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാലും ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള വീടിക്ക് വേറെ ഡാം പോയാലും കോൺക്രീറ്റ് ഡാമാണ് വരുന്നത്. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, പഠിപ്പിക്കാൻ. ഇപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന്
വന്ന് ഇഷ്ടംപോലെ പഠിച്ചു പോകുന്നുണ്ട്. KSCBക്കാരെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗുണപ്രദമായ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ഈ തദ്ദേശീയമായിട്ടുള്ള ആൾക്കാർ കൂടി ഇതിലേക്ക് കുറച്ച് ഈ മേഖലയിലേക്ക് കടന്നു വരണം. നമ്മുടെ പ്രദേശത്തുള്ള ടൂറിസത്തിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബാണാസുര സാഗർ ഹൈഡൽ ടൂറിസത്തിന് എല്ലാവിധ ആശംസകളും. ഒപ്പം ഇത്രയും സമയം റേഡിയോ മാറ്റുലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ശ്രോതാക്കൾ കേട്ടത് വയനാട് ബാണാസുര സാഗർ ഡാമിലെ ഹൈഡൽ ടൂറിസത്തിന്റെ വിശേഷങ്ങളാണ്. സംസാരിച്ചത് ഹൈഡൽ ടൂറിസം സൂപ്പർവൈസർ രൂപേഷ്. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണ് ബാണാസുര സാഗർ അണക്കെട്ട്. പ്രധാന ലക്ഷ്യം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ജലമെത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുക എന്നതുമായിരുന്നു. പിന്നീട് ഇവിടെ ഹൈഡൽ ടൂറിസം അതിന്റെ ചിറക് വിരിച്ചു. ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഹൈഡൽ ടൂറിസമായി മാറിയിരിക്കുകയാണ് ബാണാസുര സാഗർ അണക്കെട്ടും പരിസര പ്രദേശങ്ങളും. പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വകുപ്പിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.